വന്നാട്ടെ വന്നാട്ടെ, അടുത്തേക്ക് വന്നാട്ടെ. ഇതാ കല്യാണകൃഷ്ണനുടെ ബ്രദേഴ്സും അണ്ണിമാരും. ഇത് അമ്മ. ശിവകാമി എനക്ക് മകളെ പോലെ ആക്കും. അപ്പനും അമ്മയും ഇല്ലാതെ ചിന്ന കുളമ്പ്. ഒരു കുറയും കൂടാതെയാണ് നാം അവളെ വളർത്തിക്കൊണ്ട് വന്നത്. ശിവകാമി കാഫി കൊണ്ടമ്മ. പൊണ്ണെ എല്ലാവർക്കും പിടിച്ചാച്ചാ? ரொம்ப ലക്ഷണമാ இருக்கா. ഓ ഇനി എന്ത് പിടിക്കാൻ, എല്ലാം കഴിഞ്ഞില്ലേ? അനന്താ നീ പേശാതെ. 2 ദിവസത്തിനുള്ളിൽ നല്ലൊരു മുഹൂർത്തം പാത്ത് இந்த കല്യാണം നടത്തണം. അതിനെന്താ, നടത്താലോ. ആനാ എനക്കൊരു വേണ്ടുകോൾ ഇருக்கு. ശിവകാമിയും തിരുമണം ഇതേ ഇടത്തിൽ വെച്ച് നടത്തണമെന്ന്. ഇത് നടക്കാതെ മാമ, ഒന്ന് പിടിച്ചേ. എന്റെ കല്യാണം ഞങ്ങളുടെ മഠത്തിലെ കോവിലിൽ വെച്ച് നടത്തണമെന്ന് നേർച്ച ഇருக்கு. ഓഹോ അപ്പടിയാ? അവളോ പെരിയ കോയില? പഞ്ചലോഹ വിഗ്രഹമാ? കോഫി കുടി മാമ. അപ്പോ തീരുമാനിച്ച പോലെ മഠത്തിലെ കോവിലിൽ വെച്ച് തിരുമണം നടത്തലാം. பழுதாரு சொல்லப்போமா? കല്യാണകൃഷ്ണ, സ്വാമിക്ക് എന്നെ കാളനും ഓലനും പ്രമാദമായിരിക്കുന്നെന്ന് ശിവകാമിയുടെ അമ്മാവൻ കൽപ്പാത്തി വെങ്കടാചലയർന്ന് കേട്ടിരിക്കും. പെരിയ ചമയൽക്കാരൻ അവൻ താൻ ചമയൽ. ആമാ, സുബ്രഹ്മണ്യ സ്വാമിക്ക് പായസം വിളമ്പടാനന്താ. ശീഘ്രം. ഞാൻ അന്നേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. യവൻ ആരാ? ഇവിടുത്തെ ജോലിക്കാരനെ? അയ്യോ, എന്റെ അണ്ണന്. കണ്ടിട്ട് എന്നെ പോലെ ഒരു ബ്രാഹ്മണ ലുക്കില്ലേ, ഒരു കള്ള ലുക്ക്. പേശാതെ പേശാതെ പെരിയ ആള്. വിളമ്പ് വിളമ്പ് വിളമ്പ്. തന്നെ കുടിപ്പിക്കാം. എന്റെ മതിയാക്കിയോ? കർത്താവിന്റെ ഓ കർത്താവ് കർത്താവ് കർത്താവ്. മാമന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കർത്താവ് സാറ്. പുള്ളിക്കാരൻ എന്തെങ്കിലും അസൗകര്യം കാണും, അതാ വരാത്തത്. മാമന്റെ ഒരു വിഷമം. അത് അങ്ങനെയാ. ആത്മാർത്ഥ സുഹൃത്തുക്കൾ വരാതിരുന്നാൽ മനസ്സിന് ഒരു കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. അതിനെന്താ, ഇനിയും വരാലോ. വന്നാട്ടെ, കൈ കഴുകാം. വരൂ. വണക്കം. എന്താ സ്വാമി? ഇങ്ങേ കൈ കഴുകതൊക്കെ ഒരു ചിന്ന കിണ്ടിയില്ലേ? കിണ്ടി ഇല്ലേ? ഇപ്പൊ അവിടെ ഇരുന്നതാണല്ലോ. ഭാഗ്യലക്ഷ്മി, കനകാക്ക, എന്നടാ മണിയാ? കൈ കഴുകാൻ ഇവിടെ ഒരു കിണ്ടി വെച്ചില്ലേ? ഞാൻ തന്നെ ഇങ്ങ വെച്ചിരുന്നേ. സ്വാമി കൈ കഴുകിയത് എപ്പടി? പാത്രം കാണലേ, അതിനാലെ കൈ തെറ്റിച്ച് കൈയാച്ചി. ഹേ മണിയാ, നീ പിന്നാടി പോയി തട്ടിന്റെ മേലെ കേറി 4-5 ചെറിയ കിണ്ടി എടുത്തോണ്ട് വാ, ശീഘ്രം. തട്ടിന്റെ മുകളിൽ കയറാൻ പിന്നാപ്പുറത്ത് വഴിയുണ്ടോ? അന്യജാതിക്കാരെ ഞങ്ങൾ മഠത്തിനകത്ത് കയറ്റാറില്ല. അവർക്ക് അപ്പടി ഒരു വഴി വെച്ചിരിക്കെ. കറക്റ്റ്. ഓട്ടുപാത്രങ്ങൾ ധാരാളം തട്ടുംപുറത്തുണ്ടാവൂലേ? ഓട്ടുപാത്രങ്ങൾ മാത്രമല്ല, പിന്നെ വെള്ളിപ്പാത്രങ്ങള്, പഞ്ചലോഹ തളികള് ഒക്കെ ഇருக்கு. തട്ടിന്റെ മേലിൽ പറയുന്ന പോലെ ഒന്നുമില്ല, വെറുതെ പറയുക. என்னடா தட்டிന്റെ மேல ஒண்ணுமே இல்லைன்னு சொல்றாய்? சாமி, தட்டிന്റെ மேல நிறைய பாத்திரம் இருக்கு, நீங்க மேல ஏறி பாருங்க. அப்படியா? பெரிய குடும்பாச்சே. என்னடா அது? அவர் എന്ത് വിചാരിക്കും നമ്മളെ പറ്റി? ഞാൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വരാം. എന്നാ പിന്നെ മറുപടി എന്നത്തേക്ക് വെക്കണം? ഒന്നു വീടും പാത്ത് അപ്പടിയേ പണി കണ്ടവരെ കുമ്പിട്ട് വരലാം. അല്ല, അത് വേണ്ട. അതിപ്പോ ഇവരെല്ലാരും കൂടി കാശി രാമേശ്വരത്തൊക്കെ പോവാ. 2 മാസത്തെ തീർത്ഥയാത്ര. അതെ അതെ. ഇന്ത സമയത്തിലൊരു തീർത്ഥയാത്ര? ശിവകാമിയുടെ കല്യാണം മംഗളമായി നടന്നാൽ കാശിയിലും രാമേശ്വരത്തും പോകാമെന്ന് മാമൻ നേർന്നിട്ടുണ്ടെന്ന് ശിവകാമി ചൊല്ലിയാച്ച്. അതെ അതെ. കർത്താവ് ഏട്ടന്റെ എയർ കണ്ടീഷൻ ബസ് തന്നെ ബുക്ക് ചെയ്യാം. എന്നാ പിന്നെ പോകാൻ ധൃതി ഉണ്ടെന്ന് അകത്തുള്ളവർ പറയുന്നു. എവിടെ ശംഭു, എന്നമ്മാ? டேய், എന്റെ വെറ്റില ചെല്ലം കണ്ടില്ല. ഇങ്ങ എങ്ങയാவது பாத்தியா? നടക്കല്ലേ. എടാ അനന്താ, അമ്മാവോട് വെറ്റില ചെല്ലങ്ക. എന്നാ പിന്നെ ഇരിക്കുന്നില്ല, സമയാച്ച്. മാമി എല്ലാരും വിളിച്ചോളൂ. ശിവകാമിയുടെ അമ്മാവനോട് എനിക്കൊരു സ്വകാര്യം പറയാനുണ്ടായിരുന്നു, ഒന്നീ വന്നേ. ഇനിയിപ്പോ പേശാൻ സമയമില്ല.
എന്തൊക്കെ ഫോൺ ചെയ്യൂ ഇല്ലേ? അതാ അത് പറഞ്ഞാൽ പറ്റില്ല. ഈ വിവാഹം നടത്താനായി അങ്ങ് ചെയ്തു തന്ന സഹായത്തിന് അങ്ങയുടെ പാദം തൊട്ട് എനിക്ക് നമസ്കരിക്കണം. അത് ഇവിടെ വെച്ചായിക്കൂടെ? എനിക്കൊരു നാണക്കേട് പോലെ. അകത്ത് വെച്ചാകാം. എന്നാ അകത്തോട്ട് പോയാട്ടെ. അത് വേണോ? വേണം വേണം. മാമൻ വന്നട്ടെ. വാ. വണക്കം. ഇങ്ങോട്ട് ഇങ്ങോട്ട്. നമസ്കാരം. ശരിയാണപ്പാ. എന്നാൽ എന്തൊരു വിനയം. അതെ അതെ അതെ. വാങ്ങോ. അല്ല ചാക്കുണ്ണി, തന്നെയൊക്കെ എന്റെ മാമനാന്ന് പറഞ്ഞ് ഈ മഠത്തിനകത്ത് കഴിച്ച എന്നെ വേണം തല്ലാൻ. എടുക്കണം അവന്റെ സഞ്ചി. സഞ്ജി. ഇങ്ങോട്ടല്ലോ, ഇങ്ങോട്ടല്ലോ. ടൈ 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 ടൈ. അയ്യോ സാറേ, ഇതൊക്കെ എന്റെ സഞ്ചിയിലേക്ക് വന്ന്. അതെ, ചെറ്റത്തരം കാണിച്ചാലുണ്ടല്ലോ. എന്റെ ഒരു ഗതികേട് കൊണ്ട് തന്റെ ഒരു സഹായം സ്വീകരിച്ചിട്ട് താൻ പാരയാലുണ്ടല്ലോ വെട്ടി മുറികളയും. സാറേ, ആ സഞ്ചി കാണരുത്. തനിക്ക് ഈ പന്ന സഞ്ചി എവിടുന്ന് കിട്ടി? വന്നപ്പോ തൊഴിലില്ലായിരുന്നല്ലോ. എവിടെ പോയാലും ഞാൻ ആ സഞ്ചി കരുതും. തൊഴിലല്ലേ, ഒരു ആത്മാർത്ഥം കൊണ്ട് സാറേ. തന്നെ വീട്ടിൽ കയറ്റി എന്നെ വേണം പറയാൻ. ദാ, കാശ് വേണ്ട, 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 കാശ് വേണ്ട എനിക്ക്. സാറേ, സാർ 1 ലക്ഷം രൂപ വെച്ചാലും ഞാൻ തൊടുകയല്ല. അതിനപ്പുറത്തിൽ കിണ്ടി വെച്ചാ ഞാൻ എടുത്തു മാറ്റും. അതൊരു ശീലമായിപ്പോയി. അയ്യോ, പതുക്കെ പറയൂ, അപ്പുറത്ത് ആളുണ്ട്. സാറ്, എനിക്ക് വെറ്റലമുറുക്ക് തുപ്പൻ ഒരു കിണ്ടി എങ്കിലും തരണം. ഹിന്ദിയിലാണ് തുപ്പുന്നത്. അന്തോണീസ് പുണ്യാളുടെ കൃപ കൊണ്ട് ഇന്ന് ആദ്യം കൈ തടഞ്ഞത് കിണ്ടിയാ. ഇതെനിക്ക് തന്നില്ലെങ്കിൽ ഈ മാസം പച്ചോടൂല്ലേ സാറേ? സ്റ്റൈലായിട്ടുണ്ട്. കല്യാണ സ്ഥലത്ത് വെച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ശിവകാമി തന്നെ. അല്ലെങ്കിൽ അതൊക്കെ പിന്നെ മതി. ദാ, ഇന്ന് രാത്രി കൊണ്ട് ഇത് കുറച്ചെങ്കിലും വായിച്ചു പഠിക്കണം. ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ തമിഴ് പഠിക്കാനാ? അതിനൊരു വഴിയുണ്ട്. ഏത് വാക്ക് പറഞ്ഞാലും അവസാനം റേൻ ചേർത്താ പോതും. ഉദാഹരണത്തിന്, ഞാൻ സൊൽറേൻ, ഞാൻ കേക്കറേൻ, ഞാൻ പോറേൻ. ഇതെന്താ എഴുതിയിരിക്കുന്നേ? പഴഞ്ഞി. പഴഞ്ഞിയാ? പഴങ്ങഞ്ഞിൻ ചമ്മന്തി ഒന്നുമല്ല. മരുതമലൈ മാമണിയേ മുരുകയ്യ. കേട്ടിട്ടില്ലേ? പഴനിയാണ്ടവൻ. ഓഹോ. കുറച്ചു ദിവസത്തെ പാടല്ലേ ഉള്ളൂ. പിന്നെ ഇന്ന് നമ്മുടെ ശാന്തി മുഹൂർത്താണെന്ന് ചേച്ചിമാര് പറഞ്ഞു. എന്താ അത്? ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞ ഫസ്റ്റ് നൈറ്റ്. അതൊക്കെ നേരത്തെ കഴിഞ്ഞതല്ലേ. ഏതായാലും കല്യാണമൊക്കെ മംഗളമായി നടന്നു. താൻ ഇനി ഈ വീട്ടിലുള്ളവരെ സോപ്പിട്ട് പോക്കറ്റിലാക്കണം. അമ്മയ്ക്കാണെങ്കിൽ എണ്ണയും ഭജനയും കുഴമ്പും ഒക്കെയാ പ്രധാനം. പിന്നെ വലിയ എണ്ണ. എല്ലാവരുടെയും പേര് നോട്ട് ചെയ്തു, അല്ലേ കൺഫ്യൂഷൻ ആവും. ശംഭോ മഹാദേവൻ, അമ്പലം, പൂജ, കുളി, ജപം, പിന്നെ ഗായത്രി. ഗായത്രി ചേച്ചി കണ്ടില്ലല്ലോ. ഗായത്രി ചേച്ചിയും കുഞ്ഞമ്മയൊന്നുമല്ല, അതൊരു മന്ത്രമാണ്. രണ്ടാമത്തെ അണ്ണൻ ലക്ഷ്മി നാരായണ അയ്യർ. സുഖശാപ്പാടും ഉറക്കവുമാണ് പ്രധാനം. മൂന്നാമത്തെ അണ്ണനെ കൊണ്ട് തൽക്കാലം ഒരു ശല്യമില്ല. ആളങ്ങ് അമേരിക്കല, അവിടെ ഡോക്ടറാ. നാലാമത്തെ അണ്ണൻ ആളൊരു ചീങ്കണ്ണിയ, മുൻകോപി, എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. എന്നാലും ഒരു ബലഹീനതയുണ്ട്. ഏയ് പേടിക്കാനൊന്നുമില്ല, ഒന്നുമല്ല. കർണാടക സംഗീതം. പെട്ടെന്ന് ചൂടായി വെട്ടാമെന്നാലും ഒരു ത്യാഗരാജ കീർത്തനം അങ്ങോട്ട് കാച്ചിയാൽ കത്തി താനെ താഴെ ഇടും. അതിന് താഴെ സീതാരാമയ്യ. കക്ഷിയും ഒരു സംഗീത പ്രേമിയാ. സത്യം പറഞ്ഞ ഇവിടെ എല്ലാവർക്കും ഉണ്ട് അല്പം സംഗീത പ്രേമം. പിന്നെ അനന്തൻ, അവനെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അവൻ സ്ഥാനത്തും അസ്ഥാനത്തും മുറിയിൽ കയറി വന്നെന്നിരിക്കും. അവൻ എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞത് തന്നെ. ചുരുക്കി പറഞ്ഞാൽ അവൻ എന്റെ അണ്ണനാണെങ്കിലും ആള് പാഷാണത്തിൽ കൃമിയാണ്. ഗിരിജാവല്ലഭൻ, സീതാരാമൻ, ലക്ഷ്മി നാരായണൻ, എല്ലാ പേരും സ്ത്രീലിംഗത്തിലാണല്ലോ. ചുമ്മാതല്ല ഭാര്യമാര് പ്രസവിക്കാത്തത്. അത് കറക്റ്റ്. ഏതായാലും പാചകം, ഗൃഹഭരണം, ഇതിലൊന്നും ആർക്കും എന്നെ തോപ്പിക്കാൻ കഴിയില്ല. കുക്കിംഗ് ക്ലാസ്സിൽ എനിക്കായിരുന്നു ഫസ്റ്റ് റാങ്ക്. പാട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ വെസ്റ്റേണേ പഠിച്ചിട്ടുള്ളൂ. മതി, ധാരാളം മതി. വെസ്റ്റേണിന്റെ കൂടെ സ്വല്പ സരിഗമ കൂടെ ചേർത്ത് ഒരു കാച്ചു കാച്ചിയാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. പിന്നെ പാട്ടൊക്കെ നാളെ. ശിവകാമി.